ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മധുരസേവയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. മധുരസേവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1 ടേബിൾ സ്പൂണോളം ബട്ടറും പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അയമോദകം അജ്വൈൻ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന അതേ ടൈപ്പിൽ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക്. ഇതേ മാവ് ഇവിടെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സേവനാഴിയിൽ പിഴിഞ്ഞെടുക്കാം. അതായത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഇതുപോലുള്ള അച്ചെടുക്കാം. ഇടിയപ്പത്തിന് ഈ അച്ചല്ല എടുക്കുന്നത്, ഇതൊക്കെ ചെറിയ അച്ചാണ്. ഇത് കുറച്ചുകൂടെ വലിയ അച്ചാണ്. ഇതിലും വലിയ അച്ചുണ്ടാവും. അതുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഓക്കെ, എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളത്, അതുകൊണ്ടാണ് ഞാനിതെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഫ്രൈ ചെയ്തതിനെ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ദേ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഓക്കെ, തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദേ പഞ്ചസാര നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4-5 ഏലക്ക ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ പൊടിയോ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് പാകമായിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിൽ ഇതിൽ നിന്ന് 1-2 ഡ്രോപ്സ് അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിതുപോലെ അതിൽ നിന്ന് ഇതുപോലെ വിട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെ കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടൻ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. അതിനുശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം അതായത് നന്നായിട്ട് ചൂടാറുന്നതിന് മുന്നേ തന്നെ വീണ്ടും മിക്സ് ചെയ്യുക എടുത്ത്. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു പരുവത്തിൽ കിട്ടും. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആ പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് പഞ്ചസാര വിട്ട് വരും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ മധുരസേവ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.